വിശദമായ വാർത്തകളിലേക്ക്. ബിജെപിയുടെ പുതിയ സംസ്ഥാന കാര്യാലയം മാരാർജി ഭവൻ ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. പ്രവർത്തകരുടെ 2.5 പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പാണ് ഇന്ന് പൂർത്തീകരിച്ചത്. കാര്യാലയത്തിന് തറക്കല്ലിട്ട അമിത് ഷാ തന്നെ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ 100 കണക്കിന് പ്രവർത്തകരും പങ്കെടുത്തു. भारत माता की भारत माता की जय भारत माता की जय भारत माता की जय. വർഷങ്ങൾ നീണ്ട കാര്യകർത്താക്കളുടെ കാത്തിരിപ്പ്, നിർമ്മാണം, ഒടുവിൽ ഫെബ്രുവരി 24-ന് പാലുകാച്ചൽ. ഇന്നിതാ തറക്കല്ലിട്ട അതേ നേതാവ് തന്നെ അനന്തപുരിക്ക് ബിജെപിയുടെ സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവൻ സമ്മാനിച്ചു. രാവിലെ 11 മണിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസ്ഥാന ഓഫീസിന് മുൻപിൽ പാർട്ടി പതാക ഉയർത്തി കണിക്കൊന്നത്തൈ നട്ടു. ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. നാടമുറിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ജനസംഘം സ്ഥാപക നേതാക്കളായ ശ്യാമപ്രസാദ് മുഖർജിയുടെയും ദീനദയാൽ ഉപാധ്യായയുടെയും വെങ്കല പ്രതിമയ്ക്ക് മുൻപിൽ ദീപം തെളിയിച്ചു. തുടർന്ന് മുൻ സംസ്ഥാന അധ്യക്ഷൻ KG മാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്തു. ഇന്നു മുതൽ സംസ്ഥാന ബിജെപിയുടെ പ്രവർത്തനം മാരാർജി ഭവൻ എന്ന് പേരിട്ടിരിക്കുന്ന ഇവിടം കേന്ദ്രമാക്കിയായിരിക്കും. 2 ഭൂഗർഭ നിലകളടക്കം 7 നിലകളിലായി 60,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ബിജെപിയുടെ സംസ്ഥാന ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം പുതിയ ഓഫീസ് കെട്ടിടത്തിൽ സംസ്ഥാനത്തെ BJP RSS നേതാക്കളുമായി അമിത് ഷാ കൂടിക്കാഴ്ച നടത്തി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരുങ്ങാൻ സംസ്ഥാന നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. ഓഗസ്റ്റിൽ വീണ്ടും സംസ്ഥാനത്തേക്ക് വരുമെന്ന് അദ്ദേഹം നേതാക്കളോട് പറഞ്ഞു. അടുത്ത വരവിൽ 4 മേഖലാ യോഗങ്ങൾ വിളിക്കാനും നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണമടക്കം തുടക്കമായിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.